സേതു എങ്ങനെ ഇങ്ങനെയായത്? ജീവിക്കാൻ വേണ്ടിയാ. ജീവിക്കാൻ വേണ്ടത് ഞാൻ തന്നാൽ ഈ പണി നിർത്താൻ തയ്യാറാണോ? ശരി, എന്താ ചില ആലോചിച്ച് പറ. ഇരിക്കട്ടെ, ഭാഗത്തേക്ക് വാ. ഈ പണിയൊക്കെ ഞാൻ നിർത്തി. ഈ പണിയും പറഞ്ഞ് എന്റെ അടുത്തേക്ക് അങ്ങനെ വന്നിട്ടുണ്ടെ കുറ്റിച്ചൂലെടുക്കും ഞാൻ. അപ്പൊ നീ നന്നാകാൻ തീരുമാനിച്ചില്ലയോ? നടക്കട്ടെ കേട്ടോ, നിന്നെ ഞാൻ എടുത്തോളാം. അവിടെ ഓ ചേട്ടൻ ചെല്ല്. കുട്ടികൾ എന്തിയെ? താനെന്താടോ സ്വപ്ന ലോകത്താണോ? ഹേയ്, മാഷിപ്പോ വന്നു. ഇതാ വന്നതേ ഉള്ളൂ. വാ മാഷേ. പെട്ടെന്ന് വാ സാറേ, ഇന്ന് ഇവളുടെ കള്ളി ഞാൻ പൊളിക്കും. ആരുമില്ല ഇവിടെ. എന്തൊരു കോടി അവിടെ ചവിട്ടി പൊളിക്കണോ? നിന്നോടല്ലേ എന്താ സാറേ? എന്താണെന്ന് നിനക്ക് അറിയണോ? ഇറക്കി വിടടേ അവനെ. അതോ ഞങ്ങള് കയറി നിരങ്ങണോ? ആരും അറിയത്തില്ലെന്ന് വിചാരിച്ചോ നിന്റെ വ്യഭിചാരം? രണ്ടും കൂടെ വാ, പോകാം. എന്താ സാറേ പ്രശ്നം? പ്രശ്നമൊക്കെ ഞങ്ങൾ തീർത്തോളാം. പട്ടാപ്പകൽ ഇവിടുന്ന് വലിഞ്ഞു കയറി വന്ന വരത്തിനെ അകത്ത് കയറ്റി വെച്ചിട്ടാ അവളുടെ ഒരു വ്യഭിചാരം. സാറ് കൂടുതലൊന്നും സംസാരിക്കണ്ട. സാർ ഉൾപ്പെടെ ഇതിൽ ഏതെങ്കിലും ഒരുത്തന്മാരുണ്ടോ എന്റെ ശരീരത്തെ ചൂടറിയാതെ 100 കാശി വന്ന് സഹായിച്ചോമാര്? ഒരു നൂൽബന്ധമില്ലാതെ ഈ ഏമാന്റെ മുമ്പിൽ 1 മണിക്കൂറോളം ഞാൻ കിടന്നിട്ടുണ്ട്. അന്നില്ലാത്ത സദാചാരം പൊക്കിക്കൊണ്ട് ഇപ്പൊ വന്നേക്കുന്നു. നിങ്ങളെല്ലാവരും ഇവിടെ ചൂടറിഞ്ഞവരല്ലേ? ഇനിയുള്ള കാലം ഞാൻ മാത്രം മതി. ഞാനിനി ഇവിളയാൻ കെട്ടാൻ പോവുക. നീ വാടി. നന്നാവാനും സമ്മതിക്കില്ല നാശങ്ങള്.